കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ സിപിഎമ്മിന് വിമർശനം. പാലായിലടക്കം സിപിഎം അണികൾ വ്യാപകമായി ക്രോസ് വോട്ട് ചെയ്തു. സിപിഎമ്മിനുണ്ടായ തിരിച്ചടിയാണ് മുന്നണിക്കാകെ ദോഷമായത്. മുന്നണി മാറ്റത്തിനുള്ള അവസരവും കളഞ്ഞു കുളിച്ചുവെന്നും അംഗങ്ങളുടെ വിമർശനം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, പരാജയത്തിന്റെ കാരണം അന്വേഷിക്കുകയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ. അതിൽ തന്നെ സിപിഎമ്മിനെ വിമർശിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പരാജയ കാരണം കണ്ടെത്തുന്നത്. ഒപ്പം തന്നെ യുഡിഎഫിലേക്ക് പോകാനുള്ള സാധ്യത കളഞ്ഞുകുളിച്ചവർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉണ്ടായോ ജോസി? ജിൽസി, ചൂടേറിയ ചർച്ചകൾ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും സിപിഎം നേതൃത്വത്തിനെതിരെയുള്ള വിമർശനമാണ് എടുത്തു പറയേണ്ടത്. സിപിഎം നേതൃത്വം സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. LDF അക്കാര്യത്തിൽ വലിയ വീഴ്ചയാണ് LDFിനുണ്ടായത്. പാലായിലടക്കം സിപിഎം അണികളുടെ വോട്ട് അത് UDFിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിലൊരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള വിമർശനമാണ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം മുന്നണി മാറ്റത്തിന് വലിയ സാധ്യത, അത്തരമൊരു അവസരം കളഞ്ഞു കുളിച്ചു എന്നുള്ള വിമർശനവും അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ പ്രമോദ് നാരായണനും അടക്കമുള്ള നേതാക്കളാണ് ആ മുന്നണി മാറ്റ ചർച്ചകൾക്ക് തടയിട്ട് LDFിനൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നത്. അതടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 12 സീറ്റിൽ 12 തോറ്റുപോയതാണ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി കേരള കോൺഗ്രസ് മാണി വിഭാഗം കാണുന്നത്. അതോടൊപ്പം സംസ്ഥാന പാർട്ടി എന്നുള്ള പദവിയും അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന നിലയുണ്ട്. അതടക്കം വലിയ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും ഇതിനുശേഷം ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിലവിലുള്ള ചർച്ചകളുടെ അതോടൊപ്പം തുടർഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി, ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.